മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും തള്ളിക്കളഞ്ഞ പാകിസ്ഥാനെതിരെ അയൽ രാജ്യമായ ഇറാനും അഫ്ഗാനിസ്ഥാനും അകലം പാലിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടാണ് പല രാജ്യങ്ങളെയും അതിൽ നിന്നും അകറ്റിയത്. ഇന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും ഇന്ത്യയാണ് ശരിയെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ പാകിസ്ഥാൻ സ്വയം വിലയിരുത്തണം എന്താണ് തങ്ങളുടെ തെറ്റ് എന്ന കാര്യം. അയൽ രാജ്യങ്ങളുമായി നിരന്തരം സംഘർഷം തുടരുന്ന പാകിസ്ഥാനെതിരെയാണ് ഇറാനും അഫ്ഗാനിസ്ഥാനും നിലപാടെടുക്കുന്നത്. എന്താണ് അതിന് പിന്നിലെ കാരണം? നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. കടുത്ത തീവ്രവാദവും ആക്രമണങ്ങളുമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ഘടകം. പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദം പാകിസ്ഥാനെ തന്നെ വിഴുങ്ങുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ ബലൂചിസ്ഥാൻ ആർമി പോലും. രാജ്യം പഠിപ്പിച്ച ഭീകരവാദത്തെ അവിടെയുള്ളവർ തന്നെ പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ അത് പാകിസ്ഥാന് തന്നെ തിരിച്ചടിയായി മാറി. ഇന്ന് ഇന്ത്യക്കൊപ്പം ആഗോള സമൂഹം ഒരുമിച്ച് നിൽക്കുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരല്ല, മറിച്ച് പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരതയ്ക്കെതിരെയാണ്. ലോകം മുഴുവൻ പാകിസ്ഥാനെ ഇന്ന് ഒറ്റപ്പെടുത്തുന്നത് നിങ്ങൾ മുസ്ലിം രാഷ്ട്രമായിട്ടല്ല, മറിച്ച് നിങ്ങൾ വളർത്തുന്നത് ഭീകരതയായിട്ടാണ്. ചുറ്റുമുള്ളവർ പോലും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളാണ് തെറ്റെന്ന് ആവർത്തിക്കുമ്പോൾ തിരിച്ചറിവാണ് വരേണ്ടത്. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല പോലും തകരുന്ന ഘട്ടത്തിൽ തീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കാനും അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും നിങ്ങൾ കാണിക്കുന്ന മനസ്സിനെയാണ് ആഗോള സമൂഹം ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയൽ രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾ നിരന്തരം ക്രൂശിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക. പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളെ ഒന്നും നയതന്ത്രപരമായി കൂടെ നിർത്താനുള്ള കഴിവ് പാകിസ്ഥാനില്ല. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ മാത്രം പാകിസ്ഥാനെ ആക്രമിച്ചത് 3 അയൽ രാജ്യങ്ങളാണ്. ആദ്യം ഇറാൻ, തൊട്ടു പിന്നാലെ അഫ്ഗാൻ, ഇപ്പോൾ ഇതാ ഇന്ത്യയും. പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചതായിട്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളായിട്ട് കൂടി ഈ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചത്. സമീപ വർഷങ്ങളിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. സഹകരണവും സംഘർഷവും ഇവയിൽ പ്രകടവുമാണ്. ഇരു രാജ്യങ്ങളും സംയുക്ത സാമ്പത്തിക സുരക്ഷാ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും അതിർത്തി സുരക്ഷ, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അവർ കാര്യമായ സംഘർഷങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ കാലമായി സങ്കീർണമായിരുന്നു. സഹകരണത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലഘട്ടങ്ങളിലൂടെയാണ് ഇരു കൂട്ടരും കടന്നു വന്നത് എന്നതാണ് ശ്രദ്ധേയം. 2024 ജനുവരിയോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള സൈനിക ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കുകയായിരുന്നു. 1980കളിലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസിൽ നിന്ന് മുൻപ് പിന്തുണ ലഭിച്ചിരുന്ന ജിഹാദി ഘടകങ്ങളെ പാകിസ്ഥാൻ രാജ്യത്ത് ഉൾക്കൊള്ളിച്ചു. കാലക്രമേണ ഈ ജിഹാദി ഗ്രൂപ്പുകളിൽ ചിലത് വിശാലമായ അജണ്ടകളുള്ള സ്ഥാപനങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു. അവരുടെ പ്രവർത്തനങ്ങൾ പ്രാദേശിക സംഘർഷങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. 2024 ജനുവരിയിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ അൽ അദൽ തീവ്രവാദ ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ഇത് വലിയ തോതിൽ സാധാരണക്കാർക്കാണ് തിരിച്ചടിയായത്. ആക്രമണത്തെ തങ്ങളുടെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ അപലപിക്കുകയും ഇറാനിലെ സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ മാർഗ് ബാർ സരംചാർ എന്ന സ്വന്തം സൈനിക നടപടിയിലൂടെ പ്രതികരിക്കുകയും ചെയ്തു. ഈ കൈമാറ്റങ്ങൾ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഗണ്യമായ മാറ്റങ്ങളാണ് സമീപകാലത്തുണ്ടാക്കിയത്. അടുത്തിടെ 2025 ഏപ്രിലിൽ ഇറാനിലെ സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ 8 പാകിസ്ഥാൻ പൗരന്മാർ വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇറാനിയൻ അധികാരികളിൽ നിന്ന് സമഗ്രമായ അന്വേഷണവും പൂർണ്ണ സഹകരണവും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇറാനിലെയും പാകിസ്ഥാനിലെയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാൻ രാഷ്ട്രമാണ് ജെയ്ഷെ അൽ അദൽ വിഭാവനം ചെയ്യുന്നത്. ബലൂച്ച് ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇറാനിയൻ സർക്കാരിനെ അടിച്ചമർത്തുന്നവരായും ഉത്തരവാദികളായും ജെയ്ഷെ അൽ അദൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. 2024 ഏപ്രിലിൽ ഇറാൻ പ്രസിഡന്റിന്റെ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി വ്യാപാരം $10 ബില്യൺ അഭിലാഷ ലക്ഷ്യത്തിലേക്ക് ഉയർത്താൻ സമ്മതിച്ചു. കൂടാതെ ഇറാനിലെ ചബഹാർ തുറമുഖത്തെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്നത് പോലുള്ള പദ്ധതികളിലൂടെ പ്രാദേശിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇറാനും പാകിസ്ഥാനും ചർച്ച ചെയ്തു. വ്യാപാര സാമ്പത്തിക സംയോജനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം നടപ്പിലാക്കിയത്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാൻ ഒരു മധ്യസ്ഥനായി നിലയുറപ്പിക്കാനുള്ള സന്നദ്ധത അറിയിച്ച രാഷ്ട്രം കൂടിയാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി 2025 മെയ് മാസത്തിൽ ഇസ്ലാമാബാദും ന്യൂഡൽഹിയും സന്ദർശിച്ചിരുന്നു. ആണവായുധങ്ങളുള്ള 2 അയൽക്കാർക്കിടയിൽ സംയമനം പാലിക്കാനും സംഭാഷണം നടത്താനുമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്.
അതിർത്തി സുരക്ഷാ പ്രശ്നങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി ബന്ധത്തിൽ പാകിസ്ഥാനും ഇറാനും കാര്യമായ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പ്രാദേശിക സ്ഥിരത, സാമ്പത്തിക വികസനം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അവരുടെ പൊതുവായ താൽപര്യങ്ങൾ തുടർച്ചയായ ഇടപെടലിന് അടിത്തറയിടുന്നതാണ്. എന്നിരുന്നാലും പരസ്പര ആശങ്കകളുടെയും പ്രാദേശിക ചലനാത്മകതയുടെയും ശ്രദ്ധാപൂർവമായ നേവിഗേഷൻ ആവശ്യമായി വരുന്നതിനാൽ ബന്ധം സങ്കീർണവുമാണ്. ഇനി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരാം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് സമീപകാല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടെങ്കിലും ഇസ്ലാമാബാദിനും കാബൂളിനും ഇടയിലുള്ള അന്തർലീനമായ സംഘർഷങ്ങൾ വിശാലമായ പ്രാദേശിക അസ്ഥിരതയ്ക്കാണ് കാരണമാകുന്നത്. ചരിത്രപരമായി ഇന്ത്യക്കെതിരെ നിലയുറപ്പിച്ച രാഷ്ട്രങ്ങളാണ് അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാനും. ഇന്ത്യക്കെതിരെ തന്ത്രപരമായ ആഴം കൈവരിക്കുന്നതിനായി പാകിസ്ഥാൻ അഫ്ഗാൻ താലിബാനെ പിന്തുണച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും ഈ ബന്ധം കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. TTPക്കെതിരെ പ്രവർത്തിക്കാൻ അഫ്ഗാൻ താലിബാന്റെ വിമുഖതയോടെ കഴിവില്ലായ്മയോ ഇസ്ലാമാബാദിനും കാബൂളിനുമിടയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു. 2025 ഫെബ്രുവരിയിൽ അഫ്ഗാൻ അതിർത്തി പോസ്റ്റുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള തോർഖാം അതിർത്തി ക്രോസിംഗ് അടയ്ക്കുകയായിരുന്നു. ഈ അടച്ചുപൂട്ടൽ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ആയിരക്കണക്കിന് ട്രക്കുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു. ഇത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ ദുർബലമായ സ്വഭാവമാണ് എടുത്തു കാണിക്കുന്നത്. കൂടാതെ 2023 അവസാനത്തോടെ 1.7 ദശലക്ഷം രേഖകളില്ലാത്ത അഫ്ഗാൻ കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കി. ചൈന ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം പാകിസ്ഥാൻ ദുർബലപ്പെടുത്തുന്നുവെന്ന് അഫ്ഗാൻ താലിബാൻ ആരോപിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷം മേഖലയുടെ സുരക്ഷാ ചലനാത്മകതയിൽ മറ്റൊരു സങ്കീർണത കൂടി തുന്നിച്ചേർക്കുകയാണ്. ഈ സംഘർഷത്തിൽ അഫ്ഗാനിസ്ഥാൻ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ അസ്ഥിരതയും TTP പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുമായുള്ള കിഴക്കൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള അതിന്റെ ശേഷിയെ പരിമിതപ്പെടുത്തിയേക്കാം. ഇത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നുണ്ട്. പരസ്പരം അവിശ്വാസവും സുരക്ഷാ ആശങ്കകളും നിറഞ്ഞ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന ചലനാത്മകത അസ്ഥിരമായ ഒരു പ്രാദേശിക അന്തരീക്ഷത്തിനാണ് കാരണം കുറിച്ചിരിക്കുന്നത്. ഈ ദുരാഷ്ട്ര സംഘർഷങ്ങളും വിശാലമായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും തമ്മിലുള്ള ഇടപെടൽ ദക്ഷിണേഷ്യ നേരിടുന്ന ബഹുമുഖ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് സമഗ്രമായ നയതന്ത്ര ഇടപെടലിന്റെയും പ്രാദേശിക സഹകരണത്തിന്റെയും ആവശ്യകതയാണ് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യയുമായുള്ള ഇറാന്റെ സാമ്പത്തിക സഹകരണം ദുർബലപ്പെടുത്തുക, അഫ്ഗാനിസ്ഥാനിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങളിൽ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താനും പാകിസ്ഥാൻ ഇവരെ പ്രയോജനപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. അങ്ങനെ അതിർത്തി കടന്ന് വ്യാപിക്കാൻ തുടങ്ങിയ ഈ സംഘർഷങ്ങൾ അതിര് കടന്നപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ അയൽരാജ്യങ്ങളുടെ പ്രഹരങ്ങളിൽ ആദ്യത്തേത് ഇറാന്റെ വകയായിരുന്നു. 2024 ജനുവരി 16 പാകിസ്ഥാന് കിട്ടുന്നത് അങ്ങനെയാണ്. ജെയ്ഷെ അൽ അദ്വൽ വിമത ഗ്രൂപ്പിന്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലായിരുന്നു വ്യോമാക്രമണം നടന്നത്. ദീർഘമധ്യദൂര മിസൈലുകളും ഡ്രോണുകളും അടക്കം പ്രയോഗിച്ചായിരുന്നു ആക്രമണം. അന്നത്തെ ആക്രമണത്തിൽ 10-ലേറെ പേർ മരിക്കുകയും നിരവധി കെട്ടിടങ്ങൾ നിലം പൊത്തുകയും ചെയ്തു. അതിനുശേഷം പാകിസ്ഥാന്റെയും ഇറാന്റെയും അടുത്ത സഖ്യകക്ഷിയായ ചൈന സൈനിക നടപടികൾക്ക് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു. ഇറാന്റെ ആക്രമണം നടന്ന് നടുനിവർത്താനുള്ള സമയം പോലും പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ കൊടുത്തില്ല. അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളും വെടിവെപ്പുകളും അടങ്ങുന്ന തുടർച്ചയായ സായുധ ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പരയായിരുന്നു 2024 അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുകൾ. വടക്കൻ വസീരിസ്ഥാൻ, തെക്ക് വസീരിസ്ഥാൻ, വാനദേര, ഇസ്മായിൽ ഖാൻ, ഷാങ്ല ഗോസ്റ്റ്, പക്തിക എന്നിവയുൾപ്പെടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടേയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ ഒന്ന് സന്തോഷിച്ചിരുന്നുവെങ്കിലും രണ്ടാം താലിബാൻ ഭരണത്തിൽ പാകിസ്ഥാനുള്ള നിലപാട് അത്ര നല്ലതായിരുന്നില്ല. അഫ്ഗാൻ അഭയാർത്ഥികൾക്കു മേൽ പാകിസ്ഥാൻ നടത്തിയ നടപടികളാണ് ബന്ധം വഷളാകാനുള്ള ഒരു പ്രധാന കാരണം. ഇപ്പോഴിതാ ഇറാനും അഫ്ഗാനിസ്ഥാനും ശേഷം പാകിസ്ഥാന്റെ മുഖ്യ ശത്രുവായി ഇന്ത്യയും മുന്നോട്ട് വരികയാണ്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ അഫ്ഗാനിസ്ഥാനും ഇറാനും പിന്തുണയ്ക്കുമ്പോൾ കൂടുതൽ ഒറ്റപ്പെടുകയാണ് പാകിസ്ഥാൻ. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇതാണോ ശരി? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.